ഇവനെ ഇന്ന് ഞാൻ അർജൻറ്റായിട്ട് പ്രസ് മീറ്റിംഗ് വെച്ചതാ. എന്നിട്ട് അവൻ്റെ ഉറക്കം. ദേഷ്യത്തോടെ ആദി പറഞ്ഞു. ആമി, മോള് പോയി അവനെ വിളിക്ക്. ആദി വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ അമ്മ, അല്ല ഞാൻ പോണോ? ആഹാ, അത് ശരി, മോള് പോണോന്നോ? പിന്നെ ആരാ പോവുക? ആദ്യേട്ടൻ പൊക്കോളും, അല്ലെങ്കിൽ അമ്മ പോയിക്കോ. ഞാനൊന്നും പോവില്ല. അവൻ്റെ ഭാര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാ വേറുള്ളവർ? മര്യാദയ്ക്ക് പൊക്കോ പ്ലീസ് ആദ്യേട്ടാ. ഇല്ല മോളെ. ആദിയോട് കെഞ്ചിയിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ വന്നപ്പോൾ ആമി 2 കപ്പ് കോഫി എടുത്ത് ഒന്ന് ആദിക്ക് കൊടുത്തു. ഇതാ ആദിയേട്ടാ. താങ്ക് യു. പിന്നെ ആമി, ഈ ആദിയേട്ടാ വിളി അങ്ങ് മാറ്റിയേക്ക്. ആദ്യം ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. അല്ല അത് പിന്നെ വയസ്സ്. അതൊന്നും നോക്കണ്ടടോ, ആദ്യം ഒന്ന് വിളിച്ചാൽ മതി. നന്ദൂട്ടിയൊക്കെ അവൾക്ക് വായൽ തോന്നുന്നൊക്കെ എന്നെ വിളിക്കുന്നേ. ആദിയോട് ഓക്കെയും പറഞ്ഞ് ആമി മടിച്ച് റൂമിലോട്ട് പോയി. ആമി ആദിയേട്ടൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതും ഞാൻ തന്നെ കോഫിയുമായി പോന്നു. നോക്കിയപ്പോൾ മൂപ്പര് നല്ല ഉറക്കാണ്. എന്തു പറഞ്ഞ് വിളിക്കും? രുദ്രേട്ടാന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട ഏട്ടാന്ന് വിളിച്ചാലോ? ഓഹ്, ഇനിയിപ്പം എന്താ വിളിക്കുക എൻ്റെ ഈശ്വര? ഓരോന്നും ചിന്തിച്ച് ഞാൻ രുദ്രേട്ടാന്ന് തന്നെ വിളിച്ചു. എവിടെ എണീക്കാൻ, തിരിഞ്ഞങ്ങോട്ട് കിടന്നു. പിന്നെ വേറെ നിവർത്തിയില്ലാതെ കയ്യിൽ തട്ടി. അതെ, ഒന്നെണീക്ക് എന്നും പറഞ്ഞു വിളിച്ചു. 2-3 തവണ വിളിച്ചതും കണ്ണു തുറന്ന് എന്നെ നോക്കി. പെട്ടെന്ന് ദേഷ്യത്തിൽ ചാടി എണീറ്റ്, എന്താടി ഉറങ്ങാനും സമ്മതിക്കൂലേ? അല്ല അമ്മ വിളിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എണീക്കാന്ന് പറ അമ്മയോട്. അല്ല ആദ്യം വന്നിട്ടുണ്ട്, വേഗം ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. ആ ചൂടൻ്റെ ദേഷ്യം കാരണം എനിക്ക് വിക്കൽ വരെ വന്നു. ഓ മൈ ഗോഡ്, നിനക്ക് കുറച്ച് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? അതും പറഞ്ഞ് അത് ചാടിപ്പിടഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. ഇയാൾക്ക് എന്താ വട്ടാ? ആദ്യം എന്തിനാ വിളിച്ചേന്ന്? പിന്നെ നേരത്തെ വിളിക്കത്തില്ലായിരുന്നു എന്ന്. നേരത്തെ വിളിക്കാനാണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് കിടന്നൂടെ? വെറുതെ എൻ്റെ മെക്കിട്ട് കയറുന്നേ. അതും ചിന്തിച്ച് ഞാൻ താഴോട്ട് പോയി. എന്താ ആമി ചേച്ചി പെറുപെറുത്ത് നടക്കുന്നേ? നന്ദു ആണ്. നിന്റെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞതാ എൻ്റെ പൊന്നു നന്ദു. അതെന്ത് കാര്യം? നന്ദു ചോദിച്ചതും ഞാൻ ഒക്കെ അങ്ങ് പറഞ്ഞു. അത് ശരി, ഞാൻ സീരിയസ് ആയി ഒരു കാര്യം പറഞ്ഞപ്പോൾ അവള് കിടന്ന് ചിരിക്കുന്നോ? നെടുമ്പറ നോക്കി ഒന്ന് കൊടുത്തു. അല്ല പിന്നെ എന്താടി ഇത്ര കിടന്ന് ചിരിക്കാൻ? അയ്യോ എനിക്ക് വയ്യായേ. വന്നിട്ട് പിറ്റേ ദിവസം തന്നെ സ്വന്തം കെട്ടിയോനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആദ്യത്തെ കെട്ടിയോൾ ചേച്ചിയാകും. ഓ പിന്നെ ഇമാതിരി സ്വഭാവമുള്ള കെട്ടിയോനാണെങ്കിൽ പിന്നെ എന്നെപ്പോലുള്ള പാവങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ നല്ല നിഷ്കുവായി അങ്ങോട്ട് പറഞ്ഞു. അയ്യടാ എൻ്റെ പൊന്ന ആമി ചേച്ചി. അവൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പേ ഞാൻ, എന്നെ ആമി എന്ന് വിളിച്ചാൽ മതി നന്ദു, ചേച്ചി ഒന്നും വേണ്ട. ഓ ആയിക്കോട്ടെ ആമിയേ. പിന്നെ 1-2 പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഞങ്ങൾ നടന്നു. നന്ദു ആണെങ്കിൽ ആദ്യം അമ്മയും കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് അതേപോലെ അങ്ങോട്ട് കൊട്ടി. സംതൃപ്തിയായി. ഞാൻ എല്ലാവർക്കും സൈക്കിളിൽ നിന്ന് വീണ ഇളിയും ചിരിച്ചു കൊടുത്ത് കറിക്കുള്ളത് അരിഞ്ഞു ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. രുദ്രൻ ഇന്നലെ രാത്രി ഓഫീസ് വർക്ക് കൂടുതലായതുകൊണ്ട് നേരം വൈകിയാ ഉറങ്ങിയത്. ഉറക്കം ശരിയാവാതെ ആമി വന്ന് വിളിച്ചപ്പോൾ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. കുളിച്ച് ഒരുങ്ങിയുള്ള വരവാണെന്ന് മുടിയിലെ വെള്ളം കണ്ടപ്പോൾ മനസ്സിലായി. പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നപ്പോഴാ ഉറക്കം പോയതോർത്തത്. അപ്പോഴത്തെ ദേഷ്യത്തിൽ കലിപ്പാകുകയും ചെയ്തു. മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും കലിപ്പായി. ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ എന്നെ പ്രാഗിക്കൊണ്ട് അവൾ പെറുപുറുക്കുന്നതൊക്കെ ഞാൻ കേട്ടു. പിന്നെ വേഗം ഫ്രഷായി താഴേക്ക് ചെന്നു. ആമയും അമ്മയും ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ്. ആദ്യം പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യത്തോടെ തന്നെ നോക്കി. ബസന്തി ചിരിക്കുന്നതിന് പകരം ഈ എക്സ്പ്രഷൻ ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ഇന്നത്തെ മീറ്റിംഗ് മറന്നോ രുദ്ര? ഇപ്പോൾ സമയം എത്ര ആയെന്ന് നോക്ക്. സോറിടാ ആദി, ഇന്നലെ വർക്ക് കഴിഞ്ഞ് കിടക്കാൻ വൈകിടാ. വേഗം കഴിക്ക്, എല്ലാവരും വന്നിട്ടുണ്ടാവും.
ആദിയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ആമി, മോൻ എടുത്തു കൊടുക്ക്. നേരത്തെ എന്നെ പ്രാഗിക്കൊണ്ട് നിന്ന ആമിയല്ല. എന്താ അനുസരണ. പിന്നെ വേഗം ഫുഡ് കഴിച്ച് ഓഫീസിൽ പോയി. രുദ്രേട്ടനും ആദിയേട്ടനും പോയി കഴിഞ്ഞ് വീട്ടിലെ പണികളും തീർത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു. എന്നും പറഞ്ഞിരിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. അപ്പോഴാ കോളിംഗ് ബെൽ അടിച്ചത്. ഞാൻ പോകാൻ എഴുന്നേറ്റെങ്കിലും നന്ദു എന്നെ അവിടെ തന്നെ ഇരുത്തി. അവൾ പോയി ഡോറ് തുറന്നു. തിരിച്ചു വരുമ്പോൾ അമ്മയോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ട് അവളുടെ കൂടെ. ഒരു ചെറിയ തോളിൽ ഒരു താങ്ങുമായിട്ടാണ് വരുന്നത്. നമ്മൾ പിന്നെ വേഗം എഴുന്നേറ്റ് നിന്നു. ബഹുമാനം ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. എന്നെ കണ്ടതും അമ്പരന്ന് നോക്കി. അമ്മയും നന്ദുവിനെയും ഒന്ന് നോക്കി. ഇതേതു കുട്ടിയാ സരസു? ഇതെന്റെ 4ാമത്തെ മോളാ സീതേ. എന്നെ ചേർത്ത് പിടിച്ച് അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ആരും കാണാതെ ഞാനത് തുടച്ചു. അവരെ തന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഒന്ന് തെളിച്ചു പറ സരസ്വതി, രുദ്രമോന്റെ ഭാര്യയാണ് സീതേ. എന്താ, രുദ്രന്റെ ഭാര്യയോ? അപ്പോ ഞാനില്ലാത്ത സമയത്ത് വിവാഹം കഴിഞ്ഞോ? എന്നാലും ഒന്ന് പറയാറുന്നില്ലേ സരസ്വതി? എൻ്റെ പൊന്ന് സീതേ, ദേ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. ആ, അപ്പോ എന്താ ഉണ്ടായ മോളെ? സീതാമ്മ എന്നോട് ചോദിച്ചു. എനിക്ക് പോലും എന്താ ഉണ്ടായെന്ന് നേരാവണ്ണം അറിഞ്ഞുകൂടാ. ഞാൻ എന്തു പറഞ്ഞു കൊടുക്കും എൻ്റെ ദേവിയെ? അതൊക്കെ പറയാന്നേ. ആദ്യം അമ്മ പോയി കുളിച്ചു വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക ആദ്യം അവൾക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം സീതാമ്മേ. സീതാമ്മ ഇപ്പൊ പോ, അമ്മയും പൊക്കോ അടുക്കളയിൽക്ക്. നന്ദു അതും പറഞ്ഞ് എന്നെ അവിടുന്ന് കൂട്ടി മോളിൽ ബാൽക്കണിയിലേക്ക് പോയി. ആരാ നന്ദു ആ അമ്മ? അത് സീതാമ്മ. ഇവിടെ സഹായത്തിന് വരുന്നതാ. അമ്മയുടെ പ്രായമുള്ളൂ, കുറെ കാലമായി ഉള്ളതാ. ഞങ്ങളെ വലിയ ഇഷ്ടാ. ഞങ്ങൾക്കും അതെ കേട്ടോ. സീതാമ്മയുടെ മോൾ വന്നേക്കായിരുന്നു. ബാംഗ്ലൂരാണ് കക്ഷി. അവിടെ ജോബാണിപ്പോ. വർഷ എന്നാ ചേച്ചിയുടെ പേര്. വർഷേച്ചി വിളിച്ചിട്ടും ഈ നാട്ടിൽ നിന്ന് പോവൂല്ലെന്ന് പറഞ്ഞ് നിൽക്കിയ ആള്. എന്നാ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞപ്പോ അതും കേൾക്കുന്നില്ല. ഇപ്പോ ചേച്ചി ലീവിന് വന്നു. അപ്പോ 2 ദിവസം സീതാമ്മ വന്നില്ല. ഇവിടേക്ക് വന്നീനു വർഷ ചേച്ചി. നല്ല സ്വഭാവാട്ടോ. നന്ദു ഒരു നീണ്ട പ്രസംഗം പറഞ്ഞു. നിർത്തിയതും ജഗ്ഗിലുള്ള വെള്ളമെടുത്ത് ഞാൻ കൊടുത്തു. പാവം, ഇത്രയും പറഞ്ഞപ്പോ ക്ഷീണിച്ച് കാണില്ലേ? എന്നാ കുടിക്കേ, എന്നിട്ട് ബാക്കി പറ. താങ്ക് യു. ഇനിയൊന്നും പറയാനില്ല. വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചോണ്ട് ചിരിച്ചോണ്ട് അവൾ പറഞ്ഞു. എന്നാ അവിടേക്ക് പോകാം. ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങുമ്പോൾ അമ്മ കഴിക്കാൻ വിളിച്ചു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് സിറ്റ് ഔട്ടിൽ ചെന്നിരുന്നു. ഇനി എന്നാ സീതേ വർഷ വരിക? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. കല്യാണപ്രായമൊക്കെ ആയി അവൾക്ക്. ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട കേട്ടോ. എനിക്കും അത് തന്നെ താല്പര്യം. സമയമായി തുടങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വേണ്ടെന്ന വാശിയാണ്. അടുത്ത വരവ് വരട്ടെ, അപ്പം എന്തായാലും അവളെ പൂട്ടണം. ആ, അത് വേണം. അല്ല, രുദ്രന്റെ കല്യാണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതുവരെ അവരെ സംസാരം ശ്രദ്ധിച്ചിരുന്ന ഞാൻ അത് കേട്ടതും വല്ലാതെയായി. ആമിയേച്ചി, ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റിയ മൂടാണോ? എന്നാ പറയോ, എന്താ ഉണ്ടായതെന്ന്? നന്ദു ചോദിച്ചതും മോൾക്ക് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ എന്ന് അമ്മ പറഞ്ഞു. മറച്ചു വെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാനും പറയാന്ന് വെച്ചു. അമ്മേ, പറയാനൊന്നും എനിക്ക് കുഴപ്പമില്ല. ബട്ട് മുഴുവൻ ഒന്നും എനിക്കും അറിയില്ല. അറിയുന്നത് പറ ആമിയേച്ചി. ഇന്നലെ എൻ്റെ കല്യാണമായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്കറിയാലോ. കെട്ടിയത് എൻ്റെ ഏട്ടൻ. അതിൻ്റെ മുമ്പത്തെ പറയ്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും നന്ദു ഇടയ്ക്ക് കയറി. ഇവളെ ഇന്ന് എൻ്റെ പൊന്നു നന്ദു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദ്യങ്ങളൊക്കെ ലാസ്റ്റ്. ആയിക്കോട്ടെ. മാരേജ് ഡേ. ഇന്നെൻ്റെ കല്യാണമാണ്. ഇപ്പം തന്നെ കല്യാണത്തിനൊരു താല്പര്യവും ഇല്ല. അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധം. അമ്മയുടെ ഏട്ടൻ്റെ മോനാണ് വരൻ, വിവേക്. മാമൻ വർമ്മ. 2 പേരും ബിസിനസ്സാണ്. അച്ഛൻ്റേത് മോൻ കൊണ്ട് നടക്കുന്നു. നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും 100 വട്ടം സമ്മതം. ഞാൻ പിന്നെ അവരുടെ ആഗ്രഹത്തിന് എതിർ നിന്നതുമില്ല. ബ്യൂട്ടീഷ്യൻ വന്ന് പുട്ടി അടിച്ചിരുത്തിയിട്ട് കുറേ നേരമായി. കുറച്ചു കഴിഞ്ഞതും അമ്മ വന്നു താഴേക്ക് കൊണ്ടുപോയി.
ചടങ്ങുകളൊക്കെ കഴിഞ്ഞതും എൻ്റെ നടു ഒരു വിധമായി. അച്ഛനും അമ്മയ്ക്കും നല്ല സങ്കടമുണ്ട്. എന്നാ പിന്നെ എന്നെ കെട്ടിക്കാൻ നിൽക്കണോ അല്ലേ? ഞാൻ ചിന്തിക്കാതിരുന്നില്ല. വേറെ എന്തൊക്കെയോ വിഷമമുള്ള പോലെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുഖം. രണ്ടുപേരും റൂമിൽ പോയപ്പോൾ ഞാനും അവരുടെ പിന്നാലെ കയറി. എന്താ അച്ഛാ ഇങ്ങനെ ഉഷാറില്ലാതെ നിൽക്കുന്നേ? നിങ്ങൾക്ക് തന്നെയല്ലേ എന്നെ കെട്ടിച്ചു വിടാൻ ധൃതി? ഒന്നുമില്ല മോളെ. മോളോട് ഒരു കാര്യം ചോദിച്ചാ മോൾ സത്യം പറയോ? അതെന്ത് ചോദ്യാമ്മേ? എന്തേലും പ്രശ്നമുണ്ടോ? എനിക്ക് നേരത്തെ തോന്നിയതാ നിങ്ങൾക്കെന്തോ പ്രശ്നമുള്ളതായിട്ട്. എന്താ അച്ഛാ അമ്മേ പറ. എനിക്കാണേൽ അമ്മയുടെ ചോദ്യം കാരണം പേടിയായി. പ്രശ്നമൊന്നുമില്ല. മോൾക്ക് ശരിക്കും വിവേകിന് ഇഷ്ടാണോ? അമ്മയുടെ ചോദ്യം കേട്ടതും ഒരു സംശയ രൂപേണ ഞാൻ അമ്മയെ നോക്കി. ആമി സത്യം പറ, നീ ശരിക്കും ഓക്കെ ആയോണ്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്? സത്യത്തിൽ എനിക്കതിന് ഒരു താല്പര്യവുമില്ല. ഇന്നലെ വരെ ഇത് നല്ലതാണെന്ന് പറഞ്ഞ ഇവരിതെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്തായാലും സത്യം തന്നെ പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടക്കൂടുതലുമില്ല. എൻ്റെ നല്ലതിനല്ലേ അച്ഛൻ ഇത് ഉറപ്പിച്ചത്. തെറ്റാവില്ല എന്തായാലും. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇഷ്ടമായിക്കോളും എന്ന് കരുതി എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല മോളെ, അച്ഛന് തെറ്റുപറ്റി. സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതും എനിക്ക് വല്ലാത്ത ടെൻഷനായി. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ലടാ, എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്നില്ലല്ലോ. ചിലപ്പോൾ തെറ്റു തിരുത്താൻ കഴിയില്ല. പക്ഷേ ഈ അച്ഛന് ദൈവം അങ്ങനൊരു ഭാഗ്യം തന്നു. അച്ഛൻ എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇവർക്കിതെന്താ പറ്റിയത് എന്ന് മനസ്സിലാവുന്നുമില്ല. എല്ലാം നല്ലതിനാ മോളെ, നിന്റെ നല്ലതിന്. അതും പറഞ്ഞ് അച്ഛൻ പുറത്തോട്ട് പോയി. എന്നെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അമ്മ പൂജാമുറിയിൽ കൊണ്ടുപോയി. മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചു. പുതിയ ജീവിതമാണ്. എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്ന ആളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ എനിക്കാവണേ ഈശ്വര തുടങ്ങി ഒരുപാട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ ആരുടെയോ ശ്വാസം തട്ടിയതും ഒരു നിമിഷം എൻ്റെ ഹാർട്ട് ബീറ്റ് വേഗത്തിലിടിക്കാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത ഒരു ഫീൽ. എൻ്റെ തോളിൽ കൈ തട്ടുന്നതൊക്കെ അറിഞ്ഞെങ്കിലും കണ്ണു തുറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ സീമന്ത രേഖയിൽ ഒരു വിരൽ തുമ്പ് പതിഞ്ഞതും ഞാൻ ഞെട്ടി കണ്ണു തുറന്നു നോക്കി. എൻ്റെ മുമ്പിൽ ഒരു അഡാറ് ലുക്കിൽ ഒരാൾ. എൻ്റെ ഈശ്വര, ഇയാൾ ആരാ? എനിക്കൊന്നും ചിരിച്ചു തന്നതും ഞാൻ താഴോട്ട് നോക്കി. എൻ്റെ കല്യാണമല്ലേ, വെറുതെ വായി നോക്കി ചീത്തപ്പേര് വേണ്ട. അപ്പോഴാ എൻ്റെ കഴുത്തിലുള്ള താലി ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കിയതും എന്നെ തന്നെ നോക്കി ചിരിക്കുന്നു. ഇതൊക്കെ എന്താ ദേവ്യേ? ഞാൻ വേഗം അച്ഛനെ നോക്കിയതും രണ്ടുപേരും നിറ കണ്ണുകളോടെ എന്നെ നോക്കി നിൽക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ കഥ അറിയാതെ എന്നെപ്പോലെ ആട്ടമാടുന്നു. ആരാടാ നീ? എന്ത് തോന്നിവാസാണ്ടാ കാണിച്ചേ? ഇന്ന് ഇവിടെ കല്യാണമാണെന്നറിയില്ലേ? വകയിലൊരു അമ്മാവൻ അപ്പോഴേക്കും അയാളുടെ കോളറെ പിടിച്ച് കലിപ്പിക്കാൻ തുടങ്ങി. വേണ്ട വിട്, എൻ്റെ മരുമോനാണ് ഇപ്പോൾ ഇവൻ. അച്ഛൻ പറഞ്ഞത് കേട്ടതും ഞാനും അടക്കം എല്ലാവരും ഞെട്ടി. എന്താ മഹി ഇത്? ഇന്ന് ഇവളുടെ വിവാഹം മറ്റൊരുവനായി നിശ്ചയിച്ചത് നീ മറന്നോ? കൂട്ടത്തിൽ ഓരോരുത്തരായി ചോദ്യങ്ങൾ കൊണ്ട് മൂടി. അതെ, അതെനിക്ക് പറ്റിയ തെറ്റ്. അത് തിരുത്താൻ ഇവൻ വേണ്ടി വന്നു. ഇന്നെൻ്റെ മോളുടെ ഭർത്താവാണിവൻ. ഇനി ആരും ഒന്നും പറയണ്ട. നിങ്ങൾ അവിടെ പോയി ആഹാരം കഴിച്ചോ, വരുന്നവരെ മുഷിപ്പിക്കേണ്ട. അച്ഛൻ വളരെ കൂളായി പറയുന്നത് കേട്ടതും എനിക്കും അത്ഭുതമായി. അപ്പോൾ അച്ഛനിത് നേരത്തെ അറിയായിരുന്നു. അതെങ്ങനെ ശരിയാകും മഹി? വർമ്മയും കൂട്ടരും ഇപ്പെങ്ങ് എത്തൂലേ? അവരോട് എന്ത് സമാധാനം പറയും? ഇവൻ തന്നെ എനിക്ക് എല്ലാവരും പറയാനുള്ള മറുപടി. കൂടുതലൊന്നും ആരും പറയണ്ട. എൻ്റെ മകളുടെ കാര്യം ഞാൻ തീരുമാനിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അച്ഛൻ അയാളെ കൊണ്ട് റൂമിലേക്ക് പോയി. അമ്മ വന്ന് എന്നെയും കൊണ്ടുപോയി. റൂമിൽ കയറിയതും നിശബ്ദത തളം കെട്ടി നിന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതിപ്പോൾ അറിയേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു. അച്ഛാ, എന്താ ഇതൊക്കെ? ആരാ അയാള്? നിന്റെ ഭർത്താവാണ്. അത് നിനക്കറിയില്ലേ ആമി? അച്ഛാ, അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നേ? ഇങ്ങനെ ഒരു കല്യാണമാണോ ഇതുവരെ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്? എന്താ ഇവിടെ ഉണ്ടായത്? ഒന്ന് പറ അമ്മേ. എനിക്കാണേ എന്തോ പോലെയായി.